ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മൾ മലേഷ്യയിൽ പോയിട്ട് കോലാലംപൂർ താമസിക്കുമ്പോൾ 3 ദിവസം നമ്മൾ കഴിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 3 ദിവസവും നമ്മുടെ ഹോട്ടലിൽ നിന്ന്, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഈ 3 ദിവസം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം എന്തോരം വിഭവങ്ങളാണ് അവർ മോർണിംഗിൽ തന്നെ സെർവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ ഹോട്ടൽസിലും തന്നെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഇതുപോലെ വിഭവസമൃദ്ധമായിട്ടുള്ള പ്രഭാത ഭക്ഷണം അവർ ഒരുക്കി വെക്കും. എല്ലാവരും തന്നെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളൊക്കെ ടൂറിസ്റ്റുകളാവുമ്പോൾ നമുക്ക് മോർണിംഗ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് നമുക്ക് ഉച്ചക്കൊന്നും ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഉച്ചവരെയൊന്നും വിശക്കാതെ നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെ കിടക്കുന്നതായിരിക്കും. ഞാനിങ്ങനെ രാവിലെ കുളിച്ച് കഴിഞ്ഞ് വന്ന് നേരെ ഹോട്ടലിൻ്റെ 7th ഫ്ലോറിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടേഴ്സ് ഉള്ളത്. അവിടെ വന്നിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയും അതോടൊപ്പം തന്നെ റൂഫ് ടോപ്പിലിരുന്ന് വളരെ സുന്ദരമായിട്ട് നല്ല ഒരു ബ്ലാക്ക് കോഫി കുടിക്കുകയും ചെയ്യുന്ന കാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സെക്കൻഡ് ഡേയിലാണ്. അവർക്ക് നിർബന്ധമാണ് എല്ലാ ബ്രേക്ക്ഫാസ്റ്റിലും അവർ ധാരാളം ഫ്രൂട്ട്സ് വിളമ്പും. അതോടൊപ്പം തന്നെ മെയിൻ മീൽസ് തന്നെയാണ് അവർ വിളമ്പുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. കാരണം നമുക്കറിയാം മലേഷ്യയിലെ ആൾക്കാരുടെ ഏറ്റവും വലിയ സവിശേഷത അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത അരിയാണ്. അവർ രാവിലെ തന്നെ അരിഭക്ഷണം തന്നെ കഴിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിലും ഇതുപോലെ തന്നെ ന്യൂഡിൽസ് ആകട്ടെ, ഫ്രൈഡ് റൈസ് ആകട്ടെ, പാസ്ത ആകട്ടെ, അല്ലെങ്കിൽ എഗ്ഗ് ആകട്ടെ, എല്ലാം തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഈവൻ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിഫർ ചെയ്യുന്നവർക്ക് വേണ്ടി പുറത്ത് ദോശയും സാമ്പാറും ചട്നിയും ഒക്കെ അവരൊരുക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ബ്രെഡ് ടോസ്റ്റ്. അതിലേക്കിങ്ങനെ ബട്ടറും ജാമും ഒക്കെ പുരട്ടി കഴിക്കുക എന്നുള്ളത്. അതൊക്കെ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് നമ്മുടെ ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിലിരുന്ന് കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ സൂര്യൻ്റെ ചൂടും ഇളം ചൂടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് നല്ല സ്വസ്ഥമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാലോ ഒട്ടും ബോറടിപ്പിച്ചില്ല. ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള ഒരു സന്തോഷങ്ങളിൽ ഒന്ന് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടി വരുന്ന കാര്യം അവർ നൽകിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചിട്ട് വരട്ടെ. നിങ്ങളപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് മലേഷ്യയുടെ ഒരു ദേശീയ വിഭവമാണ് നാസി ലെമാക്കാണ്. അത് തേങ്ങാപ്പാലിൽ വേവിച്ച അരി, കുരുമുളക് ഒത്തിരി ഇട്ടുകൊണ്ടുള്ള സാമ്പൽ ചില്ലി, വറുത്ത ഒരു മീൻ, പിന്നെ അതോടൊപ്പം നിലക്കടല, മുട്ട, ഇതെല്ലാം ചേർന്ന് ഈ വിഭവം വാഴയിലയിൽ പൊതിഞ്ഞ് നൽകുമ്പോൾ ആ വാഴയിലയുടെ സുഗന്ധമൊക്കെ അടിപൊളിയാണ്. ഇതാണ് ഇവരുടെ തനതായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ അവർ ജനപ്രിയമായിട്ടുള്ള മറ്റൊരു വിഭവം എന്ന് പറയുന്നത് റൊട്ടി ചനായി ആണ് കേട്ടോ. ഇതെല്ലാം നമ്മളുടെ ഈ ഹോട്ടലിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പുറത്ത് നമുക്ക് രാവിലെ തന്നെ നടക്കുമ്പോൾ നമുക്ക് പുറത്തുമുള്ള കടകളിലും ഇത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് രാവിലെ ആകുമ്പോൾ തന്നെ ഇവിടുത്തെ സിറ്റി നഗരങ്ങളൊക്കെ ഒന്ന് ഉണരും. അവർ ഭക്ഷണം വിൽക്കാനും അതുപോലെ തന്നെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിന് താഴെ തന്നെ നല്ല അടിപൊളി ചൂടുള്ള ചായയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ പോയി വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഒരു 7 മണിയോടുകൂടി തന്നെ നമുക്ക് ഈ ഹോട്ടലിലുള്ള നമ്മളുടെ ഈ റൂഫ് ടോപ്പിലുള്ള ഭക്ഷണശാലയിൽ നിന്ന് നമുക്ക് അവിടെ നിന്നും ഫുഡ് കഴിക്കാമെന്നുണ്ട്. ഇത് 3rd ഡേയുടെ ഫുഡ് നിങ്ങളൊന്ന് കണ്ടേ. എന്തോരം വിഭവങ്ങളാണല്ലേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ സെർവ് ചെയ്യുന്നത്. ഇതും ഞാൻ ഒത്തിരി ആസ്വദിച്ച് കഴിച്ചിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ സാധാരണ റൂഫ് ടോപ്പിലേക്ക് പോവുകയാണ്. അവിടേക്ക് പോയില്ല, കാരണം അവിടെ തിങ്ങി നിറഞ്ഞ ആളൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് ഞാൻ ഡേ 3യിൽ ഹോട്ടലിൻ്റെ ഉള്ളിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ ഞാൻ പ്രിഫർ ചെയ്തില്ല, കാപ്പിയാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഓരോ രാജ്യത്തും ഓരോ ഭക്ഷണവും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള രുചികളാണ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലേഷ്യ ചെന്നു, അവിടെ ഞങ്ങൾ ഇന്ത്യൻ വിഭവങ്ങളും കഴിച്ചു, അതുപോലെ തന്നെ മലേഷ്യക്കാരുടെ വിഭവങ്ങളും തനതായിട്ടുള്ള വിഭവങ്ങളും കഴിച്ചു. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടി ഒത്തിരിയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒത്തിരിയധികം ആഗ്രഹിക്കുകയും അത് ട്രൈ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ.
ഇത് സ്ട്രീറ്റ് ഫുഡ് ഇതിനെക്കുറിച്ചുള്ള ഓർമ്മ എനിക്കിപ്പോഴും മറക്കാനും സാധിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങളാണ് സ്ട്രീറ്റ് ഫുഡായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നത്. അതൊക്കെ ഞാനൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാനെൻ്റെ വീഡിയോ നിർത്തിയാണ്. നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ. അപ്പോൾ ഇനി ഏകദേശം ഇനി 1-2 എപ്പിസോഡും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മലേഷ്യൻ യാത്രയ്ക്ക് അവസാനിക്കും കേട്ടോ. ആ വീഡിയോ ഒക്കെ അവസാനിക്കും. അപ്പോൾ നമുക്ക് ഇനി നാടൻ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.